കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. അയ്യനടികൾ തിരുവടികൾ. മഹോദയപുരം തലസ്ഥാനമാക്കി കേരളം ഭരിച്ച സ്ഥാണു രവിവർമ്മ കുലശേഖരന്റെ സാമ്പന്തനായി വേണാട് വാഴുന്ന ആദ്യത്തെ ഭരണാധിപനാണ് അയ്യനടികൾ തിരുവടികൾ. കൊല്ലം ആസ്ഥാനമായി ഭരണം നിർവഹിക്കുന്ന അയ്യനടികളെപ്പറ്റി തരിസാപ്പള്ളി ശാസനം വ്യക്തമായ അറിവ് തന്നെ നൽകുന്നു. AD 844 അധികാരമേറ്റ സ്ഥാണു രവിയുടെ 5ാം ഭരണവർഷത്തിലാണ്, അതായത് AD 849 തരിസാപ്പള്ളി ശാസനം എഴുതപ്പെട്ടത്. അടുത്തടുത്ത 2 ശാസ്ത്രങ്ങളായിട്ടാണ് ചേപ്പേടുകൾ നൽകിയിട്ടുള്ളത്. മരുവാൻ സബീർ ഈശോയ്ക്ക് കുരക്കോണി കൊല്ലത്ത് തരിസാപ്പള്ളി സ്ഥാപിക്കാനായി വസ്തുവകകൾ ദാനം ചെയ്യുന്ന അതിപ്രധാനമായ ഒരു രേഖയാണിത്. കോയിൽ അധികാരികളായ വിജയരാഘദേവന്റെ സാന്നിധ്യത്തിൽ ഇളങ്കൂറായ രാമതിരുവടിയും ഉദ്യോഗസ്ഥന്മാരും പൗരമുഖ്യന്മാരും പുന്നത്തലപ്പതി, പോളക്കുടിപ്പതി എന്നീ പ്രഭുക്കന്മാരും 5 വണ്ണം മണിഗ്രാമം എന്നീ കച്ചവട സംഘങ്ങളും അരനൂറ്റുവരും അംഗീകരിച്ചാണ് ഈ ദാനരേഖ നിർമ്മിച്ചത്. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരുമാരുടെ അവകാശങ്ങൾ കൂടി ഈ രേഖയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സാമാന്യം ഭേദപ്പെട്ട ഒരു ഭരണരീതി അന്ന് നിലവിലിരുന്നുവെന്ന് ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്താൻ നാടുവാഴിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നില്ലെന്ന് സ്ഥാണു രവിയുടെ പ്രതിനിധിയായി വിജയരാഘദേവൻ എന്ന കോയിൽ അധികാരികൾ സന്നിഹിതരായിട്ടുള്ളതിൽ നിന്ന് തന്നെ ഉറപ്പിക്കാം. കുരക്കോണി കൊല്ലം എന്നാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പേര്. 1 നൂറ്റാണ്ടിന് മുമ്പ് വരെ കൊല്ലം പട്ടണത്തിന്റെ ഒരു ഭാഗത്തിന് കുരക്കോണി കൊല്ലം എന്ന് പറഞ്ഞിരുന്നു. ശാസനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില സ്ഥലനാമങ്ങൾ അതേപോലെയും രൂപഭേദങ്ങളോടെയും, അതായത് പുന്നത്തലയും പോളയത്തോടും ഇന്ന് നിലവിലുണ്ട്. അയ്യനാടികൾക്ക് ശേഷം ഇളങ്കൂർ വാഴുകയായിരുന്ന രാമതിരുവടി ഭരണം നിർവഹിച്ചിരിക്കാം. തുടർന്നുള്ള 1 നൂറ്റാണ്ടുകാലത്തെ വേണാടിന്റെ ചരിത്രം അജ്ഞാതമാണ്. ശാസനങ്ങളിലൂടെ നാം അറിയുന്ന വേണാടിന്റെ അടുത്ത ഭരണാധികാരി ശ്രീവല്ലഭൻ കോതയാണ്. അത് AD 974 മാമ്പള്ളി ശാസനത്തിലൂടെയാണ് ശ്രീവല്ലഭൻ കോതയെ നാം അറിയുന്നത്. ആദ്യമായി കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രം എന്ന നിലയ്ക്ക് മാമ്പള്ളി ശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. വേണാട്ട് അനുജന്മാരുടെ വാസസ്ഥലമായ പരങ്കാവിൽ കൊട്ടാരത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശവും ഇതിലാണുള്ളത്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് കുറെ ഭൂമി ദാനം ചെയ്യുന്നതാണ് ശാസനത്തിലെ ഉള്ളടക്കം. വേണാട്ടിൽ ഉൾപ്പെട്ടിരുന്ന ചെങ്ങന്നൂർ, പുനലൂർ മുതലായ സ്ഥലങ്ങളെപ്പറ്റി ഈ ശാസനത്തിൽ പരാമർശമുണ്ട്. ശ്രീ വല്ലഭൻ കോതയ്ക്ക് ശേഷം ഗോവധർ മാർത്താണ്ഡൻ ഭരണമേറ്റതായി ശാസ്ത്രങ്ങളിൽ നിന്ന് അറിയാം. ഭാസ്കര രവിവർമ്മൻ 1-മൻ 38ാം ഭരണവർഷത്തിലെ ജൂതശാസനത്തിലും അദ്ദേഹത്തിന്റെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള 3 തൃക്കൊടിത്താനം ശാസനങ്ങളിലും വേണാട് വാഴുന്ന ഗോവർദ്ധനന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. AD 976 മുതൽ 1000 ആണ്ട് വരെ അദ്ദേഹം രാജ്യഭാരം നടത്തിയെന്ന് ശാസ്ത്രങ്ങളിൽ നിന്നറിയാം. ഗോവർദ്ധന മാർത്താണ്ഡന് ശേഷം 1 നൂറ്റാണ്ടുകാലത്തെ വേണാടിന്റെ ചരിത്രം അവ്യക്തമാണ്. ഇക്കാലത്ത് വേണാട് നാടുവാഴികൾ ആരായിരുന്നു എന്നറിയാൻ രേഖകളൊന്നുമില്ല. നിരന്തരമായ ചോള ചേര യുദ്ധത്തിന്റെ കാലമായിരുന്നു ഇത്. വേണാടിനെതിരെ അതിശക്തമായ ആക്രമണമുണ്ടായി. AD 1096 കുലോത്തുംഗ ചോളന്റെ സേനാധിപനായ നരലോക വീരന്റെ നേതൃത്വത്തിലുള്ള ചോള സൈന്യം കൊല്ലം പട്ടണം നശിപ്പിച്ചതായി കാണുന്നു. കൊല്ലം നശിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി 1906 മുതൽ കൊല്ലം അഴിന്ത ആണ്ട് എന്ന ഒരു പുതിയ കാലഗണനയും ആരംഭിച്ചു. ചേര തലസ്ഥാനമായ മഹോദയപുരവും ചോളന്മാർ ചുട്ടരിച്ചു. ചോള സൈന്യത്തെ നേരിടാനായി രാമവർമ്മ കുലശേഖരൻ മഹോദയപുരത്ത് നിന്ന് വലിയൊരു സൈന്യ സന്നാഹവുമായി തെക്കോട്ട് നീങ്ങി. കൊല്ലത്തെത്തിയ രാമവർമ്മ അവിടെ കേന്ദ്രമാക്കി ചോളർക്കെതിരായി പടനീക്കങ്ങൾ നടത്തി. ചോള സൈന്യം ക്രമേണ പിൻവാങ്ങി. രാമവർമ്മ കുലശേഖരൻ പിന്നീട് കൊല്ലത്ത് തന്നെ വാസം ഉറപ്പിച്ചു, ഭരണകാര്യങ്ങൾ നിർവഹിച്ചു. ഇതോടെ കൊല്ലത്തിന് തേൻവഞ്ചി എന്ന പേരും ഉണ്ടായി. രാമവർമ്മ കുലശേഖരന്റെ ഭരണകാലത്ത് വേണാടിന്റെ തെക്കൻ അതിര് നാഞ്ചിനാട് വരെ വ്യാപിച്ചു. 2ാം ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ അതിന്റെ കീഴിലായിരുന്ന നാടുകൾ സ്വതന്ത്രങ്ങളായി. രാമവർമ്മ കുലശേഖരനാണ് അവസാനത്തെ കേരള ചക്രവർത്തി. വേണാട് രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. മഹോദയ ചക്രവർത്തിമാരുടെ കുലശേഖരൻ അഥവാ കുലശേഖര പെരുമാൾ എന്ന ബിരുദം തുടർന്ന് വേണാട് രാജാക്കന്മാർ പരമ്പരയാ ഉപയോഗിച്ചു വന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് ഈ ബിരുദം അവസാനമായി ഉപയോഗിച്ചതായി കാണുന്നത്. കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിനടുത്തുള്ള രാമവർമ്മ കുലശേഖരന്റെ ഒരു ശിലാശാസനത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. അദ്ദേഹം ബ്രാഹ്മണരോട് ചെയ്ത ഏതോ പിഴയ്ക്ക് പ്രായശ്ചിത്തമായി രാമേശ്വരം ക്ഷേത്രത്തിന് വസ്തുവകകൾ ദാനം ചെയ്യുന്നതാണ് ശാസനത്തിന്റെ ഉള്ളടക്കം. നമ്പൂതിരിമാരുടെ ആജ്ഞയ്ക്ക് വഴങ്ങാൻ കേരളത്തിലെ ഒരു രാജാവ് നിർബന്ധിതനാകുന്നത് ഇത് ആദ്യമായാണ്.
ഭരണകാര്യങ്ങളിൽ ബ്രാഹ്മണർ സ്വാധീനം ചെലുത്തി തുടങ്ങി എന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് ഈ ചരിത്രരേഖ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.